ഞാനിവിടെ ഈ സംഭവത്തിന് ഈ സ്ത്രീയുടെ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയം നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ചത്. അത് പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ആ സംഭവമാണ് പ്രധാനപ്പെട്ടത്. രാഷ്ട്രീയം ഏതാണ് എന്നത് പ്രസക്തമല്ല. പക്ഷെ രാഷ്ട്രീയം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതുകൊണ്ട് അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടല്ല ഞാനത് പറയുന്നത്. ഒന്ന് ഞാൻ പറയാം, ഇദ്ദേഹം CPM-ഉമായിട്ട് ബന്ധമുള്ള ആളല്ല. അയാൾ കോൺഗ്രസിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഈ സംഭവം നടന്നപ്പോൾ കായലോട് വിചാരണ നടക്കുന്നതിനിടയിൽ ഈ ആൺ സുഹൃത്തിനെ ഭീകരമായി ആക്രമിച്ചതിന് ശേഷം ബന്ധുക്കളോട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വരാൻ വേണ്ടി ബന്ധുക്കൾ വന്നു. ഒപ്പം വന്നവർ കോൺഗ്രസിൻ്റെ ആ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരായിരുന്നു, നേതാക്കളായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആൺ സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പറും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരും കുടുംബാംഗങ്ങളുമായിരുന്നു. അവരെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു. ഞാനീ പറയുന്നത് രാഷ്ട്രീയം, ഇതിൻ്റെ രാഷ്ട്രീയം ഈ വ്യക്തിയുടെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയല്ല. അത് പ്രസക്തമായ കാര്യമല്ല. ഇങ്ങനൊരു പ്രചരണം നടന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്, ഉണ്ടാകാനടിയായിട്ടുള്ള യഥാർത്ഥ വസ്തുത എന്താണ്? ആ വസ്തുത SDPI പോലുള്ള, പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ഒരു മതരാഷ്ട്രവാദത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമായി പോലീസിൻ്റെ ചുമതല സ്വയം ഏറ്റെടുത്തുകൊണ്ട് സദാചാര ഗുണ്ടയായി പ്രവർത്തിക്കുന്നത് എന്നുള്ള വിഷയമാണ് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടത്. ഈ സദാചാര ഗുണ്ടാപ്പണി SDPIക്ക് മാത്രമല്ല, RSSനും ഉണ്ട്. SDPIയും RSSും ഇക്കാര്യത്തിൽ പല കാര്യത്തിലും എന്നതുപോലെ ഒരേ നാണയത്തിന്